ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതെന്താ ചെയ്യണേന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2.25 കപ്പ് അളവിൽ ആട്ട എടുത്തിട്ടുണ്ട്. ആട്ടയോ ഗോതമ്പ് പൊടിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അതെടുക്കുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് കുഴക്കുമ്പോൾ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ എല്ലാം അവിടെ ഒരുപോലെ മിക്സായി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലും ഞാൻ കുറച്ചൊന്ന് ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ പൊട്ടറ്റോയുടെ ആത്തോലിയൊക്കെ ഒന്ന് പൊളിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടയണം കേട്ടോ. അപ്പോൾ ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും വളരെ എളുപ്പത്തിൽ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സവാള, അതുപോലെ തന്നെ 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ മീഡിയം സവാള ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെയും 1/4 ടീസ്പൂണിൻ്റെയും നടുക്ക് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിലും സവാളയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുക. നന്നായിട്ട് കുഴയണം. കാരണം നമ്മൾ സവാളയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കിതിനി ആ ചപ്പാത്തിയുടെയൊക്കെ ബോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാനുള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ എല്ലാം അരിഞ്ഞിടുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിടുക. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമ്മളുടെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അത്യാവശ്യം വലിയ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു നോർമൽ ചപ്പാത്തി എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൊട്ടറ്റോ നമ്മൾ റെഡിയാക്കി എടുത്ത മിക്സ്ചറും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനമൊന്നും കുറക്കണ്ട. നമ്മളുടെ മറ്റേ ബോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് റോള് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വട്ടമായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൊട്ടറ്റോയുടെ മിക്സ്ചറും കൂടി ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ കിഴിയൊക്കെ കിട്ടില്ലേ അതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാവരും ഒരുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടി പൊടിയിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് തിക്നെസ് ഒന്നും കുറഞ്ഞിട്ട് പോവില്ല. ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിലൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഒരുപാടൊന്നും പരത്തി നേരിയതൊന്നും ആക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം. കാരണം ഈ ഒരു കനത്തിലായിരിക്കും ഇത് കിട്ടിയേക്കുക. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് തവ ചൂടാക്കിയിട്ട് ഓരോന്ന് റെഡിയാക്കുമ്പോഴും അപ്പോൾ ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. കാരണം ഇത് ഒന്നിൻ്റെ മുകളിൽ വെച്ചാൽ ചിലപ്പോൾ ഒന്ന് സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് റെഡിയാക്കിയിട്ടൊന്ന് ചുട്ടെടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ തവ ഞാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചൂടും പോലെ പിന്നെ ഒന്ന് ഇടയ്ക്ക് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ബബിൾ പോലെ വരും കേട്ടോ. മറ്റേ സാധാരണ നമ്മൾ ചപ്പാത്തി ചെയ്യണ പോലെ ഒറ്റ ബബിളായിട്ടൊന്നും വരില്ല. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കാരണം ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ട് വരും. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കറിയും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.